നമസ്കാരം ഫാം, നമ്മൾ ലെഗസി ഓഫ് മോൺസ്റ്റേഴ്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. മേജർ ലീലാൻഡ് ഷാ. 1950s മുതൽ നമ്മൾ കാണാൻ തുടങ്ങിയ ലീ ഷായുടെ കഥ ഇപ്പോൾ അതിൻ്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു. 1958 ലീ മൊണാർക്ക് വിട്ട് വിർജീനിയയിൽ നിന്ന് മെരിലാൻഡിലേക്ക് പോയി നമ്മൾ കണ്ടു. എന്നാൽ അതൊരു അബദ്ധമാണെന്ന് തിരിച്ചറിഞ്ഞ് തിരികെ ബില്ലിൻ്റെയും കെയ്ക്കോയുടെയും അടുത്തേക്കെത്തി തുടർന്ന് മുന്നോട്ട് നടന്ന പല പരീക്ഷണങ്ങളിലും റിസർച്ചിലും വെച്ചിട്ട് കസാഖിസ്ഥാനിൽ കെയ്ക്കോയെ മിസ്സായ ശേഷം ഓപ്പറേഷൻ ഹവർഗ്ലാസ് എന്ന എക്സ്പെഡീഷനിൽ പങ്കാളിയാവാൻ തയ്യാറായി. സുഹൃത്ത് ബിൽ റാൻഡിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഈ ദൗത്യം തുടക്കത്തിൽ തന്നെ ചിന്താതീതമായതോടെ അവിടെ ഷായും സംഘവും കൂടി മിസ്സിംഗ് ആവുകയായിരുന്നു. അവരും ആക്സിസ് മുണ്ടി എന്ന ടൈമും സ്പേസും വ്യത്യസ്തമായ ഒരു പ്രദേശത്തേക്കെത്തി കുടുങ്ങിപ്പോയി. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം തിരികെ വരികയും തുടർന്നുള്ള ശാന്തമായ ജീവിതത്തിൽ നിന്ന് ഹിരോഷിയുടെ മക്കളെത്തി ഹിരോഷിയെ കണ്ടുപിടിക്കാനുള്ള ദൗത്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയപ്പോൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് വീണ്ടും ഒരിക്കൽ കൂടി ആക്സിസ് മുണ്ടിയിൽപ്പെട്ട് തിരികെ ഒരു ഭീമൻ ടൈറ്റനുമായി ഭൂമിയിലെത്തിയിരിക്കുന്ന സിറ്റുവേഷനിലാണ്. ആ ടൈറ്റൻ എക്സിനെ നശിപ്പിക്കാൻ ഇനി ഒരാൾക്കേ കഴിയൂ എന്ന ലീയുടെ കണക്കുകൂട്ടൽ. ഗോഡ്സിലയെ വരുത്താനുള്ള നടപടി കേസിനായി തൻ്റെ പഴയ ശാസ്ത്രജ്ഞ സുഹൃത്ത് സുസുക്കിയുമൊത്ത് അയാളുടെ പുതിയ പ്രോട്ടോടൈപ്പ് ഡിവൈസുമായി നേരെ പോയത് മൗണ്ട് ഒസോറയിലേക്കാണ്. ആക്സിസ് മുണ്ടിയിൽ നിന്ന് ലീ ആദ്യമായി രക്ഷപ്പെട്ടിറങ്ങിയ പോർട്ടൽ ഇവിടെയായിരുന്നു. ഇവിടെ വെച്ചുള്ള പരീക്ഷണത്തിൽ ഒരു കാര്യം ഉറപ്പായി, ആ ഡിവൈസ് വെച്ച് പോർട്ടൽ തുറക്കാനാവും. എന്നാൽ മറ്റൊരു ഞെട്ടിക്കുന്ന വഴിത്തിരിവ് കൂടി അവിടെ ഉണ്ടായിരിക്കുകയാണ്. 2017 നിൽക്കുന്ന ലീഷയ്ക്ക് വരുന്ന ഒരു റേഡിയോ സിഗ്നൽ. അത് 1962 ആക്സിസ് മുണ്ടിൽപ്പെട്ട ചെറുപ്പാലത്തുള്ള താൻ തന്നെ എന്നറിയുന്ന ഞെട്ടലിൽ ഈശ നിൽക്കുന്നത് കണ്ടപ്പോൾ അതിൻ്റെ മറുവശം എന്താണെന്ന് നമുക്കൊന്ന് നോക്കണ്ടേ? തീർച്ചയായും 1962 ഓപ്പറേഷൻ ഹവർഗ്ലാസ് ദൗത്യം പരാജയപ്പെട്ട് പോർട്ടലായ വൈൽ വോർട്ടെക്സിലൂടെ ആക്സിസ് മുണ്ടിലെത്തി 6 ദിവസമായപ്പോഴേ കൂടുണ്ടായിരുന്നവരെല്ലാം മരണപ്പെട്ടു. അവരെല്ലാം അടക്കം ചെയ്ത് ആകെ രക്ഷയായ റേഡിയോ ഡിവൈസും കയ്യിൽ വെച്ച് നടന്നു. 15 ദിവസമായപ്പോഴേ ആഹാരമെല്ലാം തീർന്ന് പട്ടിണിയായി. ഏതെങ്കിലും മൃഗത്തെ പിടിക്കാൻ കുഴി തോണ്ടി ഒരു കെണി വെച്ച് അങ്ങനെ റേഡിയോയിൽ സിഗ്നൽ നോക്കി അവശനായിരിക്കെ ആ തോണ്ടിയ കുഴി അവനുള്ളത് തന്നെ ആയിരിക്കുമോ എന്ന് തോന്നിപ്പോയ തളർന്ന സമയമായിരുന്നു അത്. അവിടെ അവശനായി തളർന്നു കിടക്കുമ്പോഴാണ് റേഡിയോയിൽ സിഗ്നൽ വരുന്നത്. ഏതാ നമ്മുടെ ഇപ്പോഴത്തെ ലീഷയുടേത്. ഒരു കാര്യം, ഇവിടെ 2 ലീഷേഴ്സും തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടാവാണ്ടിരിക്കാൻ നമുക്ക് ഈ ലീയെ ആക്സിസ് ലീ എന്ന് വിളിക്കാം. കാരണം പുള്ളി ഇപ്പോൾ ആക്സിസ് മുണ്ടിയിലല്ലേ. പ്രസൻറ്റിൽ ലീഷ സുസുക്കിയോടായി പരീക്ഷണം വിജയിച്ച സന്തോഷം പങ്കുവയ്ക്കുന്ന റേഡിയോ ഫ്രീക്വൻസി ആക്സിസ് ലീക്കും ലഭിക്കുകയാണ്. അങ്ങനെ അവൻ അതിന് റെസ്പോണ്ട് ചെയ്യുന്നു. താൻ കുടുങ്ങിക്കിടക്കുന്നതായി പാസ്റ്റിലെ ആക്സിസ് ലീ പറയുമ്പോൾ ഞെട്ടിത്തരിച്ച് നിന്ന് കേൾക്കുന്ന പ്രസൻറ്റിലെ ലീഷായും ഒരു അന്യായ മൊമെൻറ്റ്. തീർച്ചയായും ആക്സിസ് ലീ റേഡിയോയിലൂടെ ശബ്ദം കേൾക്കുമ്പോൾ താൻ സംസാരിക്കുന്നത് തന്നെ തന്നെ ഭാവി രൂപത്തോടെയാണെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല. മിഷൻ കൺട്രോൾ വിഭാഗം തന്നോട് ബന്ധപ്പെടുകയാണെന്നാണ് അവൻ കരുതുന്നത്. ഇതെന്തൊക്കെയാണ് കൊച്ചുപർവ്വത്തിൽ നടക്കുന്നതെന്ന് അന്തിച്ച് നിൽക്കുന്ന ലീഷായോട് സുസുക്കിക്ക് ഊഹിക്കാനുള്ളത് നമ്മൾ ഗോഡ്സിലേക്ക് വേണ്ടിയാണ് ആ പ്രോട്ടോടൈപ്പ് ഡിവൈസ് സെറ്റ് ചെയ്ത് ആക്റ്റീവ് ആക്കിയത്. എന്നാൽ അതെങ്ങനെയോ അന്നത്തെ ഓപ്പറേഷൻ ഹവർഗ്ലാസ് സംഘത്തിൻ്റെ സിഗ്നലിലേക്ക് കണക്റ്റ് ആയിരിക്കുകയാണ്. എത്രയോ വർഷം മുന്നേ നടന്നതാണ് എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ആക്സിസ് മുണ്ടിയിലെ ടൈം റിലേറ്റീവ് ആണ്. അതുമൂലം സംഭവിച്ചതാണ് ഇത്. അറച്ചു നിൽക്കാതെ പ്രതികരിക്കാൻ പറയുന്നതിനെ തുടർന്ന് ലീഷ ഓപ്പറേഷൻ പവർഗ്ലാസിൻ്റെ മിഷൻ ടീം എന്ന പോലെ സംസാരിച്ച് രക്ഷാമാർഗത്തിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ആക്സിസിലേക്ക് ധൈര്യം നൽകുന്നു. താൻ എന്തായാലും ഇപ്പോൾ നിൽക്കുന്ന ആ കുടുക്കിൽ നിന്ന് പുറത്ത് വന്നിരിക്കും, അതിലൊട്ടും പേടിക്കേണ്ടെന്ന്. കാരണം എന്താ, ലീഷയ്ക്ക് കൃത്യമായി അറിയാം. അതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ അയാളിപ്പോൾ ഭൂമിയിൽ നിൽക്കുന്നത്. ആക്സിസ് ലീ തന്നെ ബിൽ റാൻഡിയുമായി കണക്ട് ചെയ്യാൻ പറയുമ്പോൾ ഇവിടെ വലിയൊരു സങ്കടം അലതല്ലുന്നുണ്ട്. കാരണം ബിൽ ഓൾറെഡി മരിച്ചു കഴിഞ്ഞു. പക്ഷേ നിലവിൽ 1962 നിൽക്കുന്ന ആക്സിസ് ലീയെ അത് അറിയിക്കുന്നത് അവൻ്റെ ദൗത്യത്തെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് ബിൽ നിലവിലെ സാഹചര്യത്തിൽ അവൈലബിൾ അല്ലെന്ന് മാത്രം ഒരു മറുപടി നൽകി ലീഷ ആ സാഹചര്യം ഒഴിവാക്കുന്നു. ഇടയ്ക്ക് വെച്ച് സിഗ്നൽ കട്ടാവുന്നെങ്കിലും വീണ്ടും ആ ഡിവൈസിൻ്റെ എനർജി ഉപയോഗിച്ച് തിരിച്ചെത്തിക്കുമ്പോൾ ആക്സിസിലേക്ക് വലിയ ആശ്വാസമാണ്. അവനാണെ വീണ്ടും പെട്ടു എന്ന് വിചാരിച്ചു പോയി പാവം. ലീഷയുടെ ചോദ്യം അവിടെ എന്തെങ്കിലും മ്യൂട്ടോ ആക്ടിവിറ്റി, അതായത് ടൈറ്റൻ ആക്ടിവിറ്റി നടന്നിട്ടുണ്ടോ എന്നാണ്. തീർച്ചയായും ഒന്നും നടന്നത് നമുക്കറിയാം. ആക്സിസിലിയുടെ സംഘത്തെ പലരെയും വകവരുത്തിയത് അയൺ ഡ്രാഗൺ അല്ലേ. അതുകൂടാതെ വേറെ ആക്ടിവിറ്റി ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് റീപ്ലൈ കൊടുക്കുമ്പോൾ ലീഷയുടെ വ്യഗ്രത അവിടെ എങ്ങനെ ഗോഡ്സിലെ കണ്ടിട്ടുണ്ടോ എന്ന്. എന്നാൽ ആക്സിസിലേക്ക് ഇതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഗോഡ്സിലെ ഒന്നും ഇവിടില്ല. തന്നെ രക്ഷപ്പെടുന്നതും ഗോഡ്സിലയുമായിട്ട് എന്താണ് ബന്ധം എന്ന് കുടുങ്ങി നിൽക്കുവാണ്. ശരിയാ, ഗോഡ്സില ആ സമയത്ത്, അതായത് 1962 എവിടെയായിരുന്നു എന്ന് ലീഷയ്ക്ക് അറിയില്ല. പക്ഷേ ആക്സിസ് മുണ്ടിയിൽ ടൈറ്റൻ എക്സ് എവിടെയായിരുന്നു എന്ന് അയാൾക്കറിയാം. അതുകൊണ്ട് സുസുക്കിയോട് പറഞ്ഞ് പുതിയൊരു പ്ലാൻ തയ്യാറാക്കുവാണ്. ഈ ആക്സിസ് ലീയെ വെച്ചിട്ട് ഒരു ട്രാക്കർ കോക്കായിലേക്ക് ഘടിപ്പിക്കുക. ലീഷയ്ക്ക് ടൈറ്റൻ എക്സ് ആക്സിസ് മുണ്ടിയിൽ ഉള്ളതെക്കുറിച്ച് എങ്ങനെ അറിയാമെന്ന് സംശയമുണ്ടെങ്കിൽ നമ്മൾ കണ്ടതല്ലേ, സീസണിൻ്റെ തുടക്കത്തിൽ അയാൾ തിരികെ പേടകം വഴി പോർട്ടൽ കടക്കാൻ നേരം ഫ്രീസായി നിന്നിരുന്ന ഈ ടൈറ്റൻ എക്സ് സ്വതന്ത്രമായി വരുന്നത്. ആ ഹവർഗ്ലാസ് പടത്തിലെ റെഡിയെ വെച്ച് ഒരു ട്രാക്കർ സെറ്റാക്കാൻ കഴിയുമെന്ന് സുസുക്കി പറയുന്നതിനെ തുടർന്ന് ലീഷ ആക്സിസ് ഷായോടായി എത്രയും പെട്ടെന്ന് പേടകത്തിനടുത്തേക്ക് ചെല്ലാനായി നിർദ്ദേശിക്കുന്നു. ഇതൊക്കെ വെച്ച് എന്ത് റെസ്ക്യൂ മിഷനാണ് പ്ലാൻ ചെയ്യുന്നറിയാതെ അവൻ നടക്കുമ്പോൾ അറിയുന്നില്ല പിറകെ ഒരു അപകടമുണ്ട്. കെൻഡോയെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവാണ് ഇനി മുന്നിലുള്ളത്. ഇസബെൽ
ഏപെക്സ് സൈബർനെറ്റിക്സിൻ്റെ CEO വാൾട്ടറിൻ്റെ മകളുമായി അടുക്കുന്നത് നമ്മൾ കണ്ടു. ചില ഗൗരവകരമായ കാര്യങ്ങൾ സംസാരിക്കാൻ തായ്ലൻഡിലേക്ക് പോകാനുള്ള അവൻ്റെ ഒരുക്കത്തിനിടയ്ക്ക് മെയ് എത്തുന്നുണ്ട്. ആളിത്തിരി തണുത്തുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ എത്തിയതാണ്. എന്താ പരിപാടിയെന്ന് ചോദിച്ച് സംസാരിക്കുന്നത് ഡള്ളായി നിൽക്കുന്നവന് നീരസം ഉണ്ടാക്കുന്നേ ഉള്ളൂ. തൻ്റെ ചുറ്റുമുള്ള എല്ലാവരും തന്നെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. താൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്ന് പഠിപ്പിച്ചു തരുന്നു എന്ന തോന്നൽ അവനെ വല്ലാതെ അസ്വസ്ഥനാക്കുന്നു. കഴിഞ്ഞ രാത്രി ആ കിസ്സിംഗ് സംഭവത്തിൽ ക്ഷമ പറഞ്ഞ കെൻഡാരോ തൻ്റെ ഈ നിലപാടിലൂടെ മെയ്യെ അവഗണിച്ച് അവളെ തിരിച്ചയക്കുമ്പോൾ, എന്നാൽ റൂമിന് പുറത്തിറങ്ങി നടക്കുന്നതും അവളെ തേടി കോട്ട് സൂട്ടുമിട്ട ചിലർ ചെറിയ കർക്കശ ഭാവത്തിൽ വരാൻ വിളിച്ചുകൊണ്ട് പോവുകയാണ്. മൊണാർക്കിലെ ടിം അയച്ച സംഘമാണിത്. ഇത് പക്ഷേ അകത്ത് നിൽക്കുന്ന കെൻഡാരോ അറിയുന്നില്ല. ഇന്നേരം സുസുക്കിയുടെ താവളത്തിലേക്ക് ചെന്നാൽ അവിടെ കേറ്റും കേയ്ക്കോയും തമ്മിലുള്ള ആത്മബന്ധം കുറച്ചുകൂടി ദൃഢമാവുന്ന അവരുടെ ശാസ്ത്രീയ അന്വേഷണങ്ങളാണ് നമ്മൾ കാണുന്നത്. കേറ്റിൻ്റെ പുതിയ കഴിവിലൂടെ കേയ്ക്കോ റെക്കോർഡ് ചെയ്ത ആ സോണിക് തരംഗം ടൈറ്റൻ സോങ് അതിനെ ഡീകോഡ് ചെയ്ത് ഒരുതരം ഡുവൽ വൈബ്രേഷൻ പോലെയാണ് ഉള്ളതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കേറ്റിന് പക്ഷേ ഈ ടൈറ്റൻ പുറപ്പെടുവിക്കുന്ന ഇൻഫ്രാസോണിക് ശബ്ദങ്ങൾ കേൾക്കാൻ തനിക്ക് മാത്രം കഴിയുന്നുവെന്ന് വെറും തോന്നലാണോ എന്നൊരു സംശയം. ഒരുപക്ഷെ ഈ കോക്കൈ മോൺസ്റ്ററിന് വഴിതെറ്റി ലോസ്റ്റ് ആയതായി തനിക്ക് ഫീൽ ചെയ്തത് ചിലപ്പോൾ താൻ സ്വയം വഴിതെറ്റിയതുകൊണ്ട് തോന്നുന്നതാണോ, അത് തന്നിലൂടെ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ടാണോ അങ്ങനെ എന്നൊക്കെയുള്ള ചിന്തകളാണ്. കേയ്ക്കൊക്കെ ഈ പറയുന്നതെല്ലാം കേട്ടിട്ട് ഒരു കാര്യം മൈൻഡിലേക്ക് വരുവാണ്. എന്താണെന്നറിയോ, ബിൽ പണ്ട് ഇതിൻ്റെ പിന്നാലെ പോയ വഴിക്ക് തയ്യാറാക്കിയിട്ടുള്ള പഴയ രേഖകളിലെ ഡയറിയിലായി ചില കുറിപ്പുകളുണ്ട്. അതിൽ ജപ്പാൻ്റെ ഒരു ശപിക്കപ്പെട്ട ഗ്രാമത്തെക്കുറിച്ച് അയാൾ പരാമർശിച്ചിട്ടുണ്ട്. എ കാസ്റ്റ് വില്ലേജ്. വർഷങ്ങൾക്ക് മുമ്പ് ആ ഗ്രാമത്തിലെ സ്ത്രീകൾ ഒരു നിഗൂഢമായ യോക്കായി അഥവാ പിശാചിൻ്റെ ശബ്ദം കേട്ടിരുന്നതായി അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം ചിത്രീകരിച്ചിട്ടുള്ള ഒരു പിശാചിൻ്റെ ചിത്രം നോക്കിയാൽ അതിന് കോക്കായുമായി നല്ല രീതിക്ക് സാമ്യവുമുണ്ട്. ഓരോ തലമുറയിലും ആ ഗ്രാമത്തിലെ ചില സ്ത്രീകൾക്ക് മാത്രം ഈ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞിരുന്നതായും അവരുമായി സംസാരിച്ചത് വഴി ബിൽ മനസ്സിലാക്കിയ ഒരു കാര്യം അത്തരം വിശിഷ്ടതയുള്ള സ്ത്രീകളെ ആ പിശാച് വശീകരിച്ച് അന്ധകാരത്തിലേക്ക് നയിക്കുന്നതിൻ്റെതാണെന്നാണ്. അതും ഒരുതരം ഡീപ്പ് ത്രോട്ടോടെയുള്ള വൈബ്രേഷൻ വെച്ചിട്ട്. എന്ന് പറയുമ്പോൾ അതുതന്നെയാണ് ഇവിടെ ടൈറ്റൻ എക്സിൻ്റെ വൈബ്രേഷൻ. അന്ന് അത്തരം കുറേ പേരുടെ ചിത്രങ്ങളും ബിൽ പകർത്തിയിരുന്നു. ഇപ്പോൾ കേയ്ക്കോയുടെ ശക്തമായ സംശയം അത്തരം പ്രത്യേകത അനുഭവപ്പെടുന്ന സ്ത്രീകളിലെ ഒരു കണ്ണിയാണോ കെയ്റ്റ് എന്നാണ്. പിന്നെ വേറൊരു കാര്യം, ജപ്പാനിലെ ഈ കേഴ്സ്ഡ് വില്ലേജ് ടൈറ്റൻ എക്സിൻ്റെ മൈഗ്രേറ്ററി റൂട്ടിൽ ഇല്ലാത്തൊരു പ്രദേശമാണ്. അത് ഇവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. കെയ്റ്റ് പറഞ്ഞ പോലെ എൽ ഗ്രാൻഡ് ഡയസ് ഡെൽ മാർ ഇപ്പോൾ വഴിതെറ്റി ലോസ്റ്റ് ആണെങ്കിൽ അതെവിടേക്ക് വേണമെങ്കിലും പാഞ്ഞേക്കാം, ചിലപ്പോൾ അന്റാർട്ടിക്കയിലേക്ക് പോലും. ഈ ടൈറ്റൻ സോങ് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ആരെങ്കിലും ആ ഗ്രാമത്തിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും തെളിവ് ലഭിക്കാനായി കേറ്റുമായി അവിടേക്ക് പോകാൻ തീരുമാനിക്കുന്നു. കാരണം ലീഷയുടെ ഡിസ്ട്രക്ഷൻ പ്ലാൻ നമുക്ക് നിർത്തിക്കാൻ കഴിയുമെങ്കിലോ അങ്ങനെ എന്ന ചിന്തയും. കെൻഡാരോ അങ്ങനെ എത്തിച്ചേരുന്നത് തായ്ലൻഡിലെ ഫുക്കറ്റിലേക്കാണ്. അവിടെ ഇസബലിൻ്റെ ഒരു സെറ്റപ്പ് ബ്ലങ്കാവിലായി അവൻ അവളെ കണ്ടുമുട്ടുന്നു. തൻ്റെ പിതാവിൻ്റെ ഒരു മഴക്കാട് പ്രോജക്റ്റിന് വേണ്ടി മേടിച്ച സ്ഥലമായിരുന്നു അത്. എന്നാൽ പ്രോജക്റ്റ് ഉപേക്ഷിച്ചതോടെ ഒരു പിറന്നാൾ സമ്മാനമായി കൊടുത്താണെന്ന് കെൻഡാരോയുടെ പറഞ്ഞ് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്ന ഇസബൽ വാൾട്ടർ സിമേഴ്സിൻ്റെ ദത്തുപുത്രി കൂടിയാണെന്ന വിവരം കൂടി ഇവിടെ വെളിപ്പെടുന്നു. വാൾട്ടറിനും ഭാര്യയ്ക്കും കുട്ടികളില്ലായിരുന്ന കാലത്താണ് ഇസബലിനെ അവർ ദത്തെടുത്തത്. എന്നാൽ ഒരു വർഷത്തിന് ശേഷം അവർക്ക് മായ എന്ന മകൾ ജനിക്കുകയും അതോടെ ഇസബൽ കുടുംബത്തിൽ ഒറ്റപ്പെടുകയും ചെയ്തു. വാൾട്ടർ തന്നെ മുഴുവൻ ശ്രദ്ധയും സ്നേഹവും മായയ്ക്ക് നൽകി. ഈ അവഗണന ഇസബലിൽ വലിയൊരു മുറിവുണ്ടാക്കി. കെൻഡാരോയുടെയായി നിനക്കും ഇങ്ങനെയൊക്കെ ആയിരിക്കില്ലേ തോന്നിയിട്ടുണ്ടാവുക. കുറേ കാലം അച്ഛനോടൊപ്പം നിന്നിട്ട് പെട്ടെന്ന് കെയ്റ്റ് എത്തിയപ്പോഴേക്കും പിന്നെ തന്നെ തിരിഞ്ഞു നോക്കായിരുന്ന അവസ്ഥ. ഇസബല്ല അവളുടെ കുടുംബത്തിലെ സങ്കീർണതകൾ കെൻഡാരോയുടേതിന് സമാനമാണെന്ന് പറഞ്ഞ് തൻ്റെ പക്ഷത്തേക്ക് ആകർഷിക്കുന്നതിൻ്റെ ഉദ്ദേശം കെൻഡാരോ മൊണാർക്കിനെ വെറുക്കുന്ന പോലെ തന്നെ ഏപെക്സിനെ അവളും വെറുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ്. ലോകത്തെ വലിയൊരു മാറ്റത്തിലേക്ക് എത്തിക്കുക എന്ന ആ ഏപെക്സ് ടീമിൻ്റെ മാറ്റത്തിനെതിരായി ഒരു പുതിയ ലോകത്തെ സൃഷ്ടിക്കാനാണ് ഇസബലിൻ്റെ പ്ലാൻ. അതിന് തന്നെ കൊണ്ട് ഒറ്റയ്ക്ക് സാധിക്കില്ലെന്ന് കെൻഡാരോയെ നോക്കി പറയുമ്പോൾ എന്താണ് അവൾ ഈ പറയുന്നതിൻ്റെയൊക്കെ അർത്ഥം? ലക്ഷ്യം ഏതോ പെരുസാ പ്ലാൻ പണ്ട്ര. പിന്നൊരു കാര്യം, ഈ മായ നിങ്ങൾക്ക് അറിയാമായിരിക്കും. 2021 ഗോഡ്സില്ല വേഴ്സസ് കോങ് സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിലെ ഒരു സുപ്രധാന ക്യാരക്ടറാണ് മായ സിമൺസ്. തൻ്റെ ഫ്യൂച്ചർ വേർഷൻ പറയുന്ന പോലെ ആക്സിസിലെ ഒടുക്കം ആ പേടകത്തിലേക്ക് തന്നെ തിരിച്ചു കയറി സുസുക്കിയുടെ നിർദ്ദേശപ്രകാരം റേഡിയോ എക്യുപ്മെൻറ്റിൽ നിന്ന് ബോർഡ് ഊരി ഒരു ട്രാക്കർ സെറ്റാക്കിയെടുത്ത് അവിടുന്ന് മറ്റൊരു സ്പോട്ടിലേക്ക് നടക്കുമ്പോൾ ആളവർ മണ്ടനൊന്നുമല്ല. വഴിമധ്യേ സംശയം തോന്നി നിങ്ങൾ ആരാണെന്ന് ശക്തമായി ചോദിക്കുന്നുണ്ട് ലീഷായോട്. എന്തിനാണ് തന്നെ ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ തേടുന്നതിനേക്കാൾ പ്രാധാന്യത്തിൽ ഒരു ടൈറ്റനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത്? റിഫ്റ്റ് ഓപ്പൺ ആക്കാൻ മാത്രം പോലെ ടൈറ്റൻ. അതിന് ട്രാക്കർ ഘടിപ്പിക്കേണ്ട ഉദ്ദേശമൊക്കെ തിരക്കുമ്പോൾ ലീഷ പറയുന്നു, പോർട്ടൽ തുറക്കാൻ എന്തായാലും ഒരു ടൈറ്റൻ വേണമെന്നറിയാമല്ലോ. ഇങ്ങനൊരു ടൈറ്റൻ അവിടെ ഉള്ളതായി ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വലിയ ചോദ്യങ്ങളൊന്നും വേണ്ടെന്ന് കർക്കശമായി പറയുന്നത് കേട്ടാണ് ആക്സിസിലേക്ക് നല്ല ഡൗട്ട് അടിച്ച് ആരാണെന്ന് ചോദിക്കുന്നത്. കാരണം ബില്ലുമായി കണക്റ്റ് ആവാൻ പറ്റില്ലെന്നും പറയുന്നു. ഏതോ ടൈറ്റൻ അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കി തന്നെ കൊണ്ട് തന്നെ മേലെ ട്രാക്കർ സ്ഥാപിക്കാനും പറയുന്നു. ലീഷ എന്തായാലും ഇതെല്ലാം കേട്ട് സമാളിക്കുന്നത് താനൊരു കേണലാണെന്നും ഇങ്ങോട്ടേക്ക് അടിയന്തരമായി ട്രാൻസ്ഫർ ആയി വന്നാണെന്നൊക്കെ പറഞ്ഞിട്ടാണ്. അങ്ങനെ ഇരുവരും കണക്ഷൻ ആക്റ്റീവായി തന്നെ ഇരിക്കാൻ കുടുംബത്തെക്കുറിച്ച് സംസാരിച്ച് എങ്ങനെ താൻ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, പക്ഷേ 2 കുട്ടികൾ കൂടെ ഉണ്ട്, അവത്തുങ്ങൾ അച്ഛനെ തേടി കൂടെ കൂടിയതാണ് എന്ന് ലീഷായും. ആണോ? എൻ്റെ കാര്യം അതുപോലെ തന്നെ. ഒരു അനന്തരനുണ്ട്, സ്വന്തമല്ലെങ്കിലും അവന് വാക്ക് കൊടുത്തതാണ് തിരിച്ചെല്ലാമെന്ന്. ആ വാക്ക് പാടാവരുത് എന്ന് മറ്റവനും പറഞ്ഞ് നീങ്ങുമ്പോൾ ഇവർ പറയുന്നതൊക്കെ ആരെക്കുറിച്ചാണെന്ന് മനസ്സിലായി കാണുമല്ലോ.
അങ്ങനെ നടക്കവേ അവിടെ എന്തോ ഒരു തരം കറണ്ട് അടിച്ച് കരിഞ്ഞു നിൽക്കുന്ന കണ്ടു നിൽക്കേ ലീഷ പെട്ടെന്ന് ഓടാൻ പറയുമ്പോൾ എന്താ കാര്യം? ഇലക്ട്രോസ്റ്റാറ്റിക് ഷോക്കാണത്. മിന്നലടിക്കുന്ന പോലെ ഹൈ ഇൻറ്റൻസിറ്റിയിൽ ആ ഏരിയയിൽ കറണ്ട് പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കും. ആക്സിസ് മുണ്ടിലെ ഒരു പ്രതിഭാസം. അറഞ്ചും പുറഞ്ഞ സ്പാർക്ക് ഉണ്ടാകുന്നതും ആക്സിസ് ലീ തെറിച്ചുരുണ്ട് വീഴുന്ന ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ. ഭാഗ്യത്തിന് മുഖത്ത് അവിടെയോടെയൊക്കെ ചെറിയ മുറയേ ഉള്ളൂ. എന്നാൽ ആ വീഴ്ച കൊണ്ട് അവിടെ ഒരു വലിയ സർപ്രൈസിങ് സംഭവം കാണുവാണ് നമ്മുടെ ആക്സിസ് ലീ. എന്താണത്? ഇപ്പോൾ സർപ്രൈസ് ചെയ്ത് തന്നെ നിൽക്കട്ടെ. കാരണം മെയ്യെ മൊണാർക്ക് ഔട്ട് പോസ്റ്റ് ഷിപ്പിലെ ടിമ്മിന് മുന്നിലേക്ക് എത്തിച്ചിരിക്കുകയാണിപ്പോൾ. അയാളാണ് കൊല ഗാണ്ടിലും. ഏപെക്സിൽ കയറി കൂടി ഓരോ പദ്ധതികൾ മനസ്സിലാക്കാൻ ഉന്തിത്തള്ളി വിട്ടത് നേരെ തന്നെ. പക്ഷേ ഇതിപ്പോൾ എന്തൊക്കെ അപകടങ്ങളാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആ ടൈറ്റനെ ആക്രമിക്കുന്നതിന് തന്നെ അവരോടൊപ്പം നിന്ന് ഇപ്പോൾ ഹിരോഷി മരിച്ചു. ടൈറ്റൻ റാംബേജ് മോഡിലായതുകൊണ്ടോ എന്തോ ഇപ്പോൾ മൈഗ്രേറ്ററി റൂട്ടിൽ പോലും കണ്ടുപിടിക്കാൻ കഴിയാതെ എവിടെയാണെന്നറിയാതെ മിസ്സിംഗ് ആണ്. മെയ് രൂപീകരിച്ച ആ പ്രൊജക്റ്റിൽ തറച്ചു കയറിയ ടൈറ്റൻ്റെ ഒരു ഭാഗം അവിടെ അവർ കണ്ടെടുത്ത് കണ്ണാടിക്കൂട്ടിലായി സൂക്ഷ്യം വെച്ചിട്ടുണ്ട്. തീർച്ചയായും മെയ്യെ അങ്ങനെ അങ്ങ് അടച്ചാക്ഷേപിക്കാൻ കഴിയില്ല ടിമ്മിന്. കാരണം അവൾ വേണ്ടെന്ന് പറഞ്ഞിടത്തു നിന്നാണ് ബ്രണ്ടയുടെ പിടിവാശി മൂലം ഇങ്ങനെയൊക്കെ നടന്നതും കോക്കായി ഇപ്പോൾ റാംബേജ് മോഡിലായതും. സത്യം പറഞ്ഞാൽ ടിമ്മിനും അറിയാം മെയ്യെ അങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ലെന്ന്. അവളുടെ ഭാഗത്ത് ന്യായമുള്ളത് കൊണ്ടാണ് ഇപ്പോൾ മൊണാർക്കിലേക്ക് എത്തിച്ചിട്ടുള്ളത്. മെയ്യുടെ കോഡ് ആ ടൈറ്റിനെ ഏത് വിധേന ട്രിഗർ ചെയ്യുമെന്ന് മനസ്സിലാക്കി അതിനെ നിർത്തിക്കാൻ ശ്രമിക്കണം. അതിന് അവൾ വിചാരിച്ചാലേ നടക്കത്തുള്ളൂ. അങ്ങനെ മെയ്യുടെ ആവശ്യം വീണ്ടും മൊണാർക്കിന് വരുന്നതിലൂടെ അവർ ആ ഉദ്ദേശത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നു. ടൈറ്റനെക്സിൻ്റെ ന്യൂറോൺസിൻ്റെ ആക്സസ് ലഭിച്ച് കൺട്രോൾ ചെയ്യുകയാണ് ഏപെക്സിൻ്റെ ലക്ഷ്യം. മെയ് തൻ്റെ നിരപരാധിത്വം മനസ്സിലാക്കി ആശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ അതിന് നന്ദി പറയേണ്ടത് ബ്രണ്ടയോടാണെന്ന് ടിം പറയുന്നു. കാരണം ഈ നടന്ന സംഭവത്തിൻ്റെ റിപ്പോർട്ടിൽ മെയ്യുടെ പേര് പരാമർശിച്ചിട്ടില്ല. അവൾ ആ സീനിലേ ഇല്ല. ഒപ്പം ഏപെക്സിൻ്റെ മിഷൻ പ്ലാൻ എന്താണെന്ന് വേറെ ആർക്കും അറിയില്ലെന്നും ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതേ ബ്രണ്ട തന്നെയായിരുന്നു മുന്നേ മെയ്യോട് അവരുടെ ഈ പ്ലാൻ വിശദീകരിച്ചതും നേരിട്ട് കാട്ടിയുമൊക്കെ ഇതിലേക്ക് കൊണ്ടുവന്നത്. പിന്നെന്തിന് അക്കാര്യം മറച്ചു വെച്ചു എന്നും മെയ്ക്ക് മനസ്സിലാകുന്നില്ല. ദാറ്റ് മീൻസ് അവിടെ വെച്ച് ബ്രണ്ട് വേറെ ഏതോ പദ്ധതി മെനയുന്നുണ്ട്. ആക്സിസ് മുണ്ടിയിലുള്ള ലീഷ സംസാരിക്കുന്നത് അത്രയും തന്നോട് തന്നെയാണെന്ന് തിരിച്ചറിയാൻ പോവുകയാണ്. ആ സർപ്രൈസ് എന്താണത്? കറണ്ട് അടിക്കുന്നതിൽ നിന്ന് ചാടി രക്ഷപ്പെട്ട് ചെന്ന് വീഴുന്നത് ഒരു ക്യാമ്പിനടുത്തേക്കാണ്. അവൻ അതിശയം. കാരണം എങ്ങനെ ഇവിടെ ഒരു ക്യാമ്പ് വരാനാണ്? അറിയില്ലല്ലോ കേക്കോ ഇനിയും മരിച്ചിട്ടില്ലെന്നും ആക്സിസ് മുണ്ടിൽ സർവൈവ് ചെയ്യുകയാണെന്നും. എന്നാൽ ലീഷയ്ക്കറിയാം. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ഒരു കാരണവശാലും പോകരുതെന്ന് താക്കി നൽകുന്നു. എന്നാൽ ആക്സിസിലി അവിടെ ചെന്ന് റേഡിയോ കാണുന്നതോടെ ഇത് കേക്കോയുടേതാണെന്ന് മനസ്സിലാക്കുകയാണ്. അവൻ്റെ ഉള്ളിലെ സ്നേഹം വെച്ച് എന്തായാലും കേക്കോയെ കണ്ടുമുട്ടി രക്ഷിക്കാനായി ശ്രമിക്കുള്ളൂ. പക്ഷെ അങ്ങനെ നടന്നാൽ അത് ഭാവിയിൽ എന്തെല്ലാം വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് സുസുക്കിക്കും ലീഷയ്ക്കും പോലും വ്യക്തമായി അറിയില്ല. പക്ഷേ ഭാവിയിൽ എൻ്റെ ഭവിഷ്യത്തുണ്ടാകുമെന്ന് ഉറപ്പാണ്. കാരണം കേക്കോയെ രക്ഷിക്കുന്നത് മറ്റൊരു സമയത്താണ് നടക്കേണ്ടത്. ഈ ഒരു ടൈമിൽ പ്രസന്റ്ലി ലീഷയ്ക്ക് എന്തൊക്കെയോ ചില അവ്യക്തമായ ഓർമ്മകൾ അന്ന് ആക്സിസ് മുണ്ടിൽ വെച്ച് നടന്നത് മനസ്സിലേക്ക് വരുന്നു. അന്ന് താനെടുത്ത ഡിസിഷനും ഇതുപോലെ തൻ്റെ ഫ്യൂച്ചർ സെൽഫിൻ്റെ തീരുമാനമായിരുന്നു എന്ന തിരിച്ചറിവ് ലീഷയ്ക്ക് ഉണ്ടാവുകയാണ്. ആക്സിസ് ഷായി തടയാനായി ലീഷ ഒടുവിൽ ആ സത്യം വെളിപ്പെടുത്തുന്നു. ഞാൻ നീ തന്നെയാണ്. അവൻ്റെ മനസ്സിലെ കേക്കോടുള്ള ഇഷ്ടത്തെക്കുറിച്ചും ഒതുക്കി വെച്ചുള്ള ഫീലിങ്സിനെ കുറിച്ചും പറഞ്ഞങ്ങനെ തൻ്റെ ഭാവി രൂപത്തോടാണ് താൻ സംസാരിക്കുന്ന തിരിച്ചറിവ് ആക്സിസിലെ തീർത്തും തളർത്തുവാണ്. അവന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കേക്കോ രക്ഷപ്പെടും. അവൾ ഇവഞ്ച്വലി രക്ഷപ്പെടുകയും ചെയ്യും, ജീവിക്കുകയും ചെയ്യും. പക്ഷെ അതിപ്പോഴല്ല എന്ന് പറഞ്ഞ ആക്സിസിലിയുടെ ആ മനസ്സിൻ്റെ ഭാരം മനസ്സിലാക്കി തന്നെ സംസാരിക്കുമ്പോൾ അത് തന്നോട് തന്നെ സംസാരിക്കുന്ന പോലല്ല, ഒരു അച്ഛൻ മകനെ ഉപദേശിച്ച് നിർദ്ദേശിക്കുന്ന പോലുള്ള വൈകാരിക നിമിഷങ്ങൾ. കാലത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്താതിരിക്കാൻ കേക്കോ ഇപ്പോൾ രക്ഷിക്കരുതെന്ന് അപേക്ഷിച്ചുകൊണ്ട് വികാരങ്ങളെക്കാൾ ദൗത്യത്തിന് പ്രാധാന്യം നൽകാൻ ലീഷ ആളുടെ യങ്ങർ വേർഷനെ നിർബന്ധിക്കുന്നു. കേക്ക് ആകട്ടെ ഇന്നേരം കെയ്റ്റുമൊത്ത് ആ ശപിക്കപ്പെട്ട ഗ്രാമത്തിലേക്ക് എത്തുന്നു. അവിടെയുള്ള പ്രവേശന കവാടത്തിൽ തന്നെ എഴുതിയിട്ടുള്ള പ്രവേശനം നിഷിദ്ധം, ഡു നോട്ട് എൻറ്റർ ബോർഡുകൾ വകവയ്ക്കാതെ ഉള്ളിൽ പ്രവേശിക്കുകയാണ്. അവിടെയായി തിരമാലകളുമായും ജലവുമായി ബന്ധപ്പെട്ട ചിഹ്നങ്ങൾ കൊത്തിയ നിരവധി ശവകുടീരങ്ങൾ കാണാം. ഈ ഗ്രാമത്തിലെ സ്ത്രീകൾക്ക് ടൈറ്റനുമായി ഏതോ തരത്തിലുള്ള ആത്മബന്ധം ഉണ്ടായിരുന്നെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. അങ്ങനെ അവിടെ അന്വേഷണം തുടരുന്നതിനിടയിൽ അവരൊരു പഴയ കിണർ കണ്ടെത്തുന്നു. അടുത്തേക്ക് ചെല്ലുമ്പോഴെല്ലാം കേറ്റിന് എന്തോ ഒരു പ്രത്യേകത പോലെ തോന്നുന്നുണ്ട്. ചിലപ്പോൾ കോക്കായുമായി ഇവിടെ ഉണ്ടായിരുന്ന സ്ത്രീകൾ സമ്മതിക്കാൻ ശ്രമിച്ചതിന് ഈ കിണർ ഒരു മീഡിയമായി പ്രവർത്തിച്ചിട്ടുണ്ടാകാം എന്ന് കേറ്റ് അനുമാനിക്കുന്നു. എന്തായാലും ഇറങ്ങിയാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭിക്കൂ എന്ന് കേറ്റിൻ്റെ വാശിപിടുത്തത്തിൽ കേക്കോയ്ക്ക് നല്ല ആശങ്കയുണ്ട്. പണ്ട് ഇതുപോലെ ഒരു ഗർത്തത്തിൽ പോയതാണ് ജീവിതമായി മാറി മറിയാനുള്ള കാരണമാക്കിയത്. കസാഖിസ്ഥാനിലെ ആ ഒരു പോർട്ടലില്ലേ, അത് താൻ അന്നങ്ങനെ പോകാൻ പാടില്ലായിരുന്നു എന്ന കുറ്റബോധം ഇപ്പോൾ വരെയുണ്ട്. അതുകൊണ്ട് ഈ കിണർ എന്താണെന്നറിയാതെ ഇറങ്ങാൻ നിൽക്കേണ്ടെന്ന് കേക്കോ എതിർക്കുന്നുണ്ടെങ്കിലും കേറ്റ് പിന്മാറാൻ തയ്യാറല്ല. അന്ന് കേക്കോ പോയതിൽ ഒരു തെറ്റുമില്ല. കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ ഇറങ്ങി അവിടം വരെ എത്തി ചെയ്തത് ശരി തന്നെയാണെന്നുള്ള സംസാരത്തിൽ അങ്ങനെ കേറ്റിനെ ഇവിടെ മറ്റൊരു കണ്ടുപിടുത്തത്തിന് വിടുന്നതിൽ മനസ്സോടെ ആണെങ്കിലും കേക്കോ സമ്മതിച്ചങ്ങനെ വളരെ ദുർബലമായൊരു കയറിൽ തൂങ്ങി അവളെ കിണറ്റിലേക്ക് ഇറക്കുന്നു. പ്രതീക്ഷിച്ച പോലെ തന്നെ പാതി വഴിയിൽ വെച്ച് കയറ് പൊട്ടുകയും കേറ്റ് കിണറ്റിൻ്റെ ആഴങ്ങളിലേക്ക് വീണു പോവുകയാണ്. ഇനി അങ്ങോട്ട് നടക്കുന്നതെല്ലാം ത്രില്ലിംഗ് ആയിട്ടുള്ള സംഭവങ്ങളും.
പ്രസന്റ് ടൈമിലുള്ള ലീഷ കേവലം ദിവസങ്ങൾക്ക് മുന്നേയുള്ള അയാളുടെ ആക്സിസ് മുണ്ടിലെ അനുഭവം വെച്ച് 55 കൊല്ലം മുന്നേയുള്ള തൻ്റെ വെർഷനെ ഗൈഡ് ചെയ്ത് ഒടുവിൽ ടൈറ്റൻ എക്സിൻ്റെ ആ ഹൈബർണേഷൻ പോയിൻ്റ് അടുക്കലേക്ക് എത്തിക്കുന്നു. അപ്പോൾ 1962 അത് ആക്സിസ് മുണ്ടിൽ ഉണ്ടെന്നതിന് അർത്ഥം കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ കേക്കോ ആ സോൾഡ ഗ്രാമത്തിൽ വെച്ച് കണ്ട ശേഷം ഇതിനിടയ്ക്ക് എപ്പോഴോ കോക്കായെ ആരോ എന്തോ തിരികെ ആക്സിസ് മുണ്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതെങ്ങനെയെന്ന് ഇനിയും മനസ്സിലായിട്ടില്ല. എന്തായാലും ആക്സിസിലി അങ്ങോട്ടേക്ക് നടക്കുന്നതും അതാ മറ്റൊരു അപകടം. അയൺ ഡ്രാഗൺ എന്ന മോൺസ്റ്റർ അവിടേക്ക് പാഞ്ഞു വരുന്നത് കൊണ്ട് ഓടുമ്പോൾ കാണാം മുന്നിൽ അടുത്ത നീച്ചമൃഗം ഭീമൻ പാറുകലി പോലെ. ആക്സിസിലി ട്രാപ്ഡ് എന്ന പോലെ നിൽക്കെ അയൺ ഡ്രാഗൺ അതിൻ്റെ ഇരയെ വേട്ടയാടാമെന്നാണ്. അത് ആ ഭീമൻ പ്രാണിയെ അതിൻ്റെ ബാല് വെച്ച് പിടിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ കൊടിയ അപകടമേറിയ വഴിയിലൂടെ നടന്ന് ഒടുവിൽ എൽ ഗ്രാൻഡ് ഡയസ് ഡെൽമാൻ്റെ ആ പർവ്വതം പോലെ നിൽക്കുന്ന അവസ്ഥയിലേക്ക് ചെന്ന് അതിൻ്റെ ആവരണം പിക്കാസ് വെച്ച് കുത്തിയിളക്കി ടൈറ്റൻ്റെ മാംസം കാണുന്നിടത്തേക്ക് ആ ട്രാക്കർ തിരികെ കയറ്റി വയ്ക്കുന്നു. മിഷൻ സക്സസ്. ഇന്നേരം സുസുക്കി ആളുടെ ഡിവൈസിൽ ചെക്ക് ചെയ്യുമ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ, അവർ പ്രസന്റ് ടൈമിൽ ടൈറ്റൻ എക്സിനെ സ്പോട്ട് ചെയ്തിരിക്കുകയാണ്. 1962 ലീഷ ആക്സിസ് മുണ്ടിൽ വെച്ച് തിരികെ കയറ്റിയപ്പോൾ 2017 ഈ മൊമെന്റ് മുതൽ കോക്കായെ ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ചിലർക്ക് ക്ലിയറായി കാണാം എന്തുകൊണ്ടാണ് ലീഷ ആക്സിസ് ഷായോട് കേക്കോയെ രക്ഷപ്പെടുത്തതെന്ന് പറഞ്ഞതിൻ്റെ കാരണം. അവിടെ നിലവിലിപ്പോൾ അവൻ ചെയ്യുന്നതിൻ്റെ എല്ലാം മാറ്റം വർത്തമാനകാലത്ത് പ്രതിഫലിക്കുകയാണ്. ആ ട്രാക്കർ കടുപ്പിച്ചതും ടൈറ്റൻ എക്സിൻ്റെ വിശ്രമത്തിന് തടസ്സം വരുത്തിയെന്ന പോലെ ഞെരിവിരി കൊള്ളുന്ന ഭീകര നിമിഷം. പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ല. കിണറിൽ വീണെങ്കിലും കേറ്റിന് ഗുരുതര പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. മറിച്ച് അവളവിടെ അടിത്തട്ടിൽ ഒരു തുരങ്കം കണ്ടെത്തുന്നു. ഒപ്പം ടൈറ്റൻ സോൺ. ആ സോണി വൈബ്രേഷനും അവിടെ ഫീൽ ചെയ്യുന്നതിലൂടെ ഇതാണപ്പോൾ ഇവിടെയുള്ള സ്ത്രീകളെ ടൈറ്റൻ ആകർഷിക്കുന്ന മെത്തേഡെന്ന് അവൾക്ക് പിടികിട്ടുന്നു. ആ തുരങ്കം ചെല്ലുന്നത് കടലിനടുത്തേക്കാണ്. മുകളിൽ നിൽക്കുന്ന കേക്കോയോട് തനിക്ക് കുഴപ്പമൊന്നുമില്ലെന്നും ആ തുരങ്കത്തെക്കുറിച്ചും പറഞ്ഞ് അവൾ അതിലൂടെ നടക്കുമ്പോൾ എൻ്റെ പേടി ഇനി അതിലൂടെ പോകുമ്പോൾ ആ രാക്ഷസൻ അങ്ങനെ ഉണ്ടാവുമോ? പെന്നി വൈസ്. തായ്ലൻഡിൽ ഇന്നേരം വിസിറ്റ് നടത്തി കെൻഡായി തിരിച്ച് എയർപോർട്ടിലേക്ക് കൊണ്ടുപോകവേ ഇസബലിൻ്റെ ലക്ഷ്യം എന്താണെന്ന് റിവീലാവുകയാണ്. ആക്സിസ് മുണ്ടി ഉപയോഗിച്ച് കാലത്തെ നിയന്ത്രിക്കാനാണ് അവൾ ആഗ്രഹിക്കുന്നത്. അവളുടെ ലക്ഷ്യം പറഞ്ഞാൽ സിമ്പിളാണ്. ജി-ഡേ നാടിനെ പിടിച്ചുലുക്കിയ ആ ടൈറ്റൻ ആക്രമണം നടന്ന ദിവസത്തെ ചരിത്രത്തിൽ നിന്ന് തന്നെ ഇല്ലാതാക്കുക. എങ്ങനെയാണ് അത് സാധ്യമാക്കുക? ആക്സിസ് മുണ്ടിലെ കാലവ്യതിയാനങ്ങൾ ഉപയോഗിച്ച് ടൈറ്റനുകൾ, മെയിൻലി ഗോഡ്സിലെ ഒരിക്കലും സർഫസ് എർത്തിലേക്ക് എത്താതിരിക്കാൻ അവരെ അവിടെ തന്നെ തളച്ചിടുക. ദാറ്റ് മീൻസ് ഇസബലിന് അറിയാം ആക്സിസ് മുണ്ടിയെക്കുറിച്ച്. അത് നല്ല ക്രിസ്റ്റൽ ക്ലിയറായി. അവൾ ഇതിനൊക്കെയും പിന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയെന്ന് പറയുമ്പോൾ അത്രയ്ക്കും സ്ട്രോങ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ. ഇസബലിൻ്റെ ഈ പദ്ധതി ലോകത്തെ രക്ഷിക്കാനല്ല, മറിച്ച് തൻ്റെ അച്ഛനെ വീണ്ടെടുക്കാനാണ്. ടൈറ്റനുകൾ ഇല്ലെങ്കിൽ വാൾട്ടർ തൻ്റെ ജീവിതം ഏപെക്സിന് വേണ്ടി മാറ്റി വയ്ക്കില്ലെന്നും അപ്പോൾ തനിക്ക് തൻ്റെ അച്ഛനെ തിരിച്ചു കിട്ടുമെന്നും അവൾ വിശ്വസിക്കുന്നു. എന്നാൽ മറ്റൊരു കാര്യം, ഈ വാൾട്ടർ സിമൺസിൻ്റെ യഥാർത്ഥ ലക്ഷ്യം ടൈറ്റനുകളെ നശിപ്പിക്കുകയല്ല, മറിച്ച് അവരെ നിയന്ത്രിക്കുക എന്നാണെന്ന് ഇസബൽ തിരിച്ചറിയുന്ന നിമിഷം അവളുടെ പോരാട്ടം മറ്റു ദിശയിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. കെൻഡാരെ വരുതിയിലാക്കാൻ അവൾ പറയുന്ന ഒന്ന്, എന്തുകൊണ്ട് നിൻ്റെ അച്ഛൻ ആ കാണാതെ ഒരു കൊല്ലം സത്യത്തിൽ എന്തായിരുന്നു സംഭവിച്ചെന്ന് നിന്നോട് മാത്രം പറഞ്ഞു എന്ന് ചിന്തിക്കാൻ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈസബലിന് പല കാര്യങ്ങളും സീക്രട്ടുകളും അറിയാമല്ലോ. ഈ ക്യാരക്ടറിൻ്റെ മേലുള്ള മിസ്റ്ററി കൂടിക്കൂടി വരികയാണ്. എന്തായാലും ഈ സാഹചര്യം വെച്ചിട്ട് കെൻഡാരോ ഈസബലിനോടൊപ്പം പ്രവർത്തിക്കാൻ ഓക്കെ പറയുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. കിണറ്റിൽ പോയ കേറ്റിൻ്റെ വെച്ച പുറത്തായി കേട്ട് കേക്കോ ചെന്ന് നോക്കുമ്പോൾ അവൾ തൊട്ടടുത്തുള്ള കടൽ തീരത്ത്. ആ ടണലും കിണറുമായി ടൈറ്റൻ എക്സിന് കണക്ഷനുണ്ട്. ഉള്ളിലൂടെ സഞ്ചരിച്ച കേറ്റ് വല്ലാത്തൊരു ശാന്തത അനുഭവിച്ചതായും അവിടെ വെച്ച് കോക്കായുടെ ശബ്ദം കൂടുതൽ വ്യക്തമായി കേൾക്കാൻ കഴിഞ്ഞതായും കേക്കോയെ അറിയിക്കുന്നു. അവൾ വളരെ എക്സൈറ്റഡായി പറയുന്നതാകട്ടെ കോക്കായി വഴിതെറ്റിയതല്ലെന്നും മറിച്ച് അതിന് മനുഷ്യരുടെ സഹായത്തിന് വേണ്ടി ശ്രമിക്കുകയാണെന്നും. ഇനി ഈ തോന്നൽ ശരിയാണെങ്കിൽ ആ സന്ദേശങ്ങൾക്ക് എങ്ങനെ മറുപടി നൽകണം എന്നത് ഇപ്പോഴും ഒരു നിഗൂഢതയെ അവശേഷിക്കുന്നു. ലീഷാമാരുടെ ഫെയർവെൽ. ആക്സിസ് ഷായോടായി എത്രയും വേഗം പേടത്തിന് മുന്നിലേക്ക് തിരിച്ചു ചെല്ലാനും അവിടെ അടുത്തേക്ക് കാണുന്ന ഒരു മുള്ളുമുറുക്ക് മരമുണ്ട് അതിനടുത്ത് പോയി നിൽക്കാനും നിർദ്ദേശിക്കുകയാണ്. കാരണം അവിടെയാണ് അയൺ ഡ്രാഗൺ എത്തുന്നതും ആ പോർട്ടൽ ഓപ്പണായി ഷായ വലിച്ചെടുത്തുകൊണ്ട് പോകുന്നതും. ആ ഒരു ഓർമ്മ പ്രസന്റിലെ ഷായ്ക്ക് ഇപ്പോഴും ഉണ്ട്. അങ്ങനെ ഇരുവരും കേക്കോയെക്കുറിച്ചും ഹിരോഷിയുടെ കുട്ടികളെക്കുറിച്ചും പറഞ്ഞ് യാത്ര പറയുന്ന എന്തോ ഒരു വിഷമം പോലെ നമുക്കൂടെ തോന്നുന്ന മൊമെൻറ്റ്. അതൊക്കെ ഒരു ഭാഗ്യമാണ്. ഒരു 10-50 കൊല്ലം കഴിഞ്ഞുള്ള നമ്മുടെ വെർഷൻ ഇപ്പോൾ വന്നിട്ട് കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ നിർദ്ദേശിക്കുമെന്ന് വെച്ചാൽ ജീവിതം തന്നെ എന്ത് മനോഹരമാനല്ലേ. എന്നാൽ ചില നിർദ്ദേശങ്ങൾ പാലിച്ചേ പറ്റൂ. അത് ഭാവിയിൽ ഉണങ്ങാത്ത മറക്കാനാകാത്തൊരു വേദനയാണെങ്കിൽ പോലും. എന്തായാലും ടൈറ്റനെ സ്പോട്ട് ചെയ്തിരിക്കുന്നത് ഓസ്ട്രേലിയയിലാണ്. അങ്ങനെ ഇരുവരും തിരികെ എത്തി ലീഷ ഒരു തീരുമാനമെടുക്കുന്നു, ഓസ്ട്രേലിയയിലേക്ക് പോവുക. സുസുക്കിയുടെ ടൈറ്റൻ ഫോൺ ഉപയോഗിച്ച് ഗോഡ്സിലെ സമൺ ചെയ്ത് കോക്കയെ നേരിടുക എന്നാണ് ലക്ഷ്യം. കൂടെ വരാൻ നിൽക്കുന്ന സുസുക്കിയെ ഇതൊരു വൺ മാൻ മിഷനാണെന്ന് പറഞ്ഞ് ഷാ തടയുമ്പോൾ ഒരു തിരിച്ചുവരവില്ലാത്ത ദൗത്യത്തിലേക്കാണ് പോകുന്നതെന്ന് ഏതാണ്ട് ഉറപ്പാണ്. സുസുക്കി ഈ ഡേഞ്ചർ പ്ലാനെ എതിർക്കുന്നുണ്ടെങ്കിലും 1962 തൻ്റെ യങ്ങർ വേർഷൻ വെച്ച ട്രാക്കർ 2017 പ്രവർത്തിച്ചു തുടങ്ങിയത് കാലത്തിൻ്റെ ഒരു വലിയ കളിയാണ്.
അങ്ങനെയെങ്കിൽ ഇനി നടക്കാനുള്ളതും നേരത്തെ വിധിച്ചത് തന്നെയെന്ന് ലീഷ അവിടെ സുസുക്കിയുടെ കടപ്പാട് നന്ദിയും അറിയിച്ച് യാത്ര തുടങ്ങുമ്പോൾ മൊണാർക്ക് ഷിപ്പിലും ആ ട്രാക്കർ സ്പോട്ട് ചെയ്തിരിക്കുകയാണ്. ടിമ്മിന് തീർച്ചയായും ഇത് അതിശയമാണ്. എങ്ങനെ 62-ലെ ഹവർ ഗ്ലാസ് മിഷനിൽ യൂസ് ചെയ്ത സിഗ്നേച്ചർ ട്രാക്കർ ഈ 2017-ൽ ലൈവായി നിൽക്കുന്നു എന്നത്. മൂവ്മെൻറ്റ് വെച്ച് ടൈറ്റനെക്സ് ആണെന്ന് സ്പോട്ട് ചെയ്ത് അവരും പുതിയ ടാർഗറ്റിലേക്ക് കടക്കുമ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന കാഴ്ച. ഇത്രയും സമയം കടലിലൂടെ സഞ്ചരിച്ച ടൈറ്റനെക്സ് അത് ആ കരയിലേക്ക് കയറുന്നു. മറ്റൊരു ജിഡയ്ക്കുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ഈ എപ്പിസോഡ് വരുത്തുന്ന ഏറ്റവും വലിയ ചോദ്യം സമയത്തെക്കുറിച്ചാണ്. പഴയ ലീയും യുവലിയും തമ്മിലുള്ള ഇടപെടലുകൾ ഒരു ടൈം ലൂപ്പിനെയാണ് സൂചിപ്പിക്കുന്നത്. ആക്സസ് ലീ ട്രാക്കർ വെച്ച് ഉടനെ തന്നെ 2017-ൽ ഇത് പ്രത്യക്ഷപ്പെടുന്നത് ഇതിൻ്റെ തെളിവാണ്. നിങ്ങളുടെ ഡൗട്ട് എനിക്ക് മനസ്സിലായി. ഇത്രയൊക്കെ സംഭവിച്ചെങ്കിൽ എന്തുകൊണ്ടാണ് ലീഷയ്ക്ക് ഇതൊന്നും ഓർമ്മയില്ലാത്തതെന്നല്ലേ? സംഭവം കഴിഞ്ഞ സീസണിൽ ലീഷ ഇവിടെ പെട്ടതായി കണ്ടപ്പോൾ അന്ന് ഇതുപോലെ തന്നെ ഫ്യൂച്ചർ പ്രസൻറ്റ് ഇൻട്രാക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അവനത് ഓർത്തെടുക്കാൻ കഴിയാത്തതിന് കാരണം ആക്സിസ് മുണ്ടിൽ നിന്ന് തിരികെ എത്തിയപ്പോഴേ ആ ഒരു തലച്ചോറാകെ കുഴഞ്ഞു പറഞ്ഞ അവസ്ഥയിലായിരുന്നു. മാത്രമല്ല ഏറ്റവും ഭീകരമല്ലായിരുന്നു തിരിച്ചെത്തിയപ്പോൾ 20 വർഷം കഴിഞ്ഞെന്ന സത്യം മനസ്സിലാക്കിയതും ഹിരോഷിയെ വലുതായി കണ്ട് തലറങ്ങി വീണതൊക്കെ. എവിടേക്കോ ഓർമ്മകൾ നിലനിൽക്കുന്നുണ്ട് എന്നതിന് തെളിവാണ് കേക്കോയെ ആക്സിസിലേക്ക് കാണുന്നതും അതിലൂടെ ലീഷയ്ക്ക് എന്തോ സ്പാർക്ക് അടിക്കുന്നതും. തൊട്ടുമുമ്പുള്ള ആ ഒരു വീഴ്ചയിൽ അവനുണ്ടാകുന്ന ആ മുറിവാണ് പിന്നീട് ലീഷയുടെ മുഖത്തെ ആ പാടിന് കാരണമെന്ന് അവിടെ വെച്ച് തന്നെ ലീഷ മനസ്സിലാക്കി പറയുന്നു. ഒടുക്കം പോർട്ടലിലേക്ക് കടക്കാൻ പേടകത്തിനടുത്തുള്ള മുള്ളുമുരുക്കിനടുത്ത് ചെന്ന് നിൽക്കാൻ പറയുന്നതും പെർഫെക്റ്റ് എക്സാമ്പിളാണ്. ഇരുവരുടെ ആ രംഗങ്ങൾ വളരെ രസമുള്ളതായിരുന്നു. തീർന്നപ്പോൾ എന്തൊക്കെ ഒരു വല്ലായ്മ തോന്നിയെങ്കിലും വരുന്ന സ്പിൻ ഓഫ് സീരീസ് ഇതിനെ ബേസ് ചെയ്തായിരിക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ ഇതുപോലെ കാണുമെന്ന് പ്രതീക്ഷിക്കാം. ഇസബലിൻ്റെ ആ പ്ലാൻ എന്നുള്ളത് ഗോഡ്സിലയുടെ അസ്തിത്വത്തെ തന്നെ ബാധിച്ചേക്കാവുന്ന ഒന്നാണ്. കെൻഡാരോ ഈ ചതിക്കുഴിയിൽ അകപ്പെടുമോ അതോ സത്യം തിരിച്ചറിഞ്ഞ് തിരികെ വരുമോ എന്നത് വരും ഭാഗങ്ങളിൽ നമുക്ക് കാണേണ്ടതുണ്ട്. ലീഷ ടൈറ്റനടുത്തേക്ക് പോകുമ്പോൾ ഇതറിയാതെ കേറ്റും ഒരു കണ്ടുപിടുത്തം നടത്തി മറ്റൊരു പ്ലാൻ ഇടുകയാണ്. ഇതെല്ലാം എങ്ങനെ ഒന്നിക്കുമെന്ന് നമുക്ക് വരും കാഴ്ചകളോടെ കണ്ടറിയാം. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കണ്ട. മറ്റൊരു ഉഗ്രൻ എക്സ്പീരിയൻസുമായി വീണ്ടും കാണാം. ടിൽ ദെൻ എൻജോയ്.